ഹായ്, എൻ്റെ പേര് സിബിൻ സെബാസ്റ്റ്യൻ. ഞാൻ മെൻറ്റോർ ഗ്ലോബൽ അക്കാഡമിയുടെ ഫൗണ്ടിങ് ഡയറക്ടറാണ്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ റീസൺ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സ്റ്റുഡൻസും അതുപോലെ അവരുടെ പേരൻസും ഒക്കെ വിളിച്ച് അന്വേഷിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ചെറിയൊരു കോഴ്സ്, ഷോർട്ട് ടൈം കോഴ്സ് ആയിരിക്കണം, അതിന് അത്യാവശ്യം വാല്യൂ ഉള്ള കോഴ്സ് ആയിരിക്കണം, നമുക്ക് ജോലി കിട്ടണം. അപ്പം ഈ ഒരു ഇങ്ങനത്തെയുള്ള കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ട് പലരും വിളിച്ചന്വേഷിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവരോടും ഞങ്ങളുടെ ഫാക്കൽറ്റീസും അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഈ കോഴ്സുകളെ കുറിച്ചിട്ടൊക്കെ, ഇതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും ഒക്കെ. അപ്പം ഞാൻ ആലോചിച്ച് വന്ന പിന്നെ നിങ്ങൾക്കും കൂടെ എല്ലാവരിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം എന്നോർത്തിട്ടാണ് ഒരു ഈ വീഡിയോ ചെയ്യുന്നത്. മെൻറ്റോർ ഗ്ലോബൽ അക്കാഡമി കഴിഞ്ഞ 1.5 വർഷമായിട്ട് എഡ്യൂക്കേഷൻ ഫീൽഡിലുണ്ട്. ഞങ്ങൾ കൊടുക്കുന്ന കോഴ്സുകൾ വളരെ ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഒരു ഡിഫറെൻറ്റ് മെത്തേഡിലാണ് നമ്മുടെ കോഴ്സുകൾ കൊടുക്കുന്നത്. ഞങ്ങളുടെ കോഴ്സുകൾക്കുള്ള അക്രഡിറ്റേഷൻസും അങ്ങനെയാണ്. അപ്പം ഞങ്ങൾ കൊടുക്കുന്ന കോഴ്സുകളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ മെയിനായിട്ടും. സോ നമ്മൾ കൊടുക്കുന്ന 3 കോഴ്സുകളാണ് വരുന്നത്. ഒന്നാമത്തെ കോഴ്സ് എൻറോൾ ഏജൻറ്റ്. എൻറോൾ ഏജൻറ്റ് നമുക്കറിയാം, അത് ആക്ച്വലി അഡ്വാൻസ് ലെവൽ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സാണ്, ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആണ്. കേരളത്തിലെ പല എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ആ കോഴ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ കൊടുക്കുന്ന മറ്റ് 2 കോഴ്സുകൾ, ഒന്നാമത്തെ കോഴ്സ് സർട്ടിഫൈഡ് ഫിനാൻസ് മാനേജർ ഫ്രം GIQM USA ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സർട്ടിഫൈഡ് ഫിനാൻസ് സ്പെഷ്യലിസ്റ്റ് ഫ്രം IQN UK. ഈ ഒരു 2 കോഴ്സുകളാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകമായിട്ട് ഞങ്ങൾ കൊടുക്കുന്ന 2 കോഴ്സുകളാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ കോഴ്സ് സർട്ടിഫൈഡ് ഫിനാൻസ് മാനേജറിലേക്ക് വരാം. സോ ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത, ഇത് ഈ 2 കോഴ്സുകളും ഞാൻ പറഞ്ഞ 2 കോഴ്സുകളും ഡെസിഗ്നേഷൻ കോഴ്സുകളാണ്. നമുക്കത് വൺസ് പാസ്സായി കഴിഞ്ഞാൽ ഈ ഡെസിഗ്നേറ്റഡ് ലെറ്റേഴ്സ് CFM അല്ലെങ്കിൽ CFS, ഏതൊരു കോഴ്സാണോ കംപ്ലീറ്റ് ചെയ്യുന്നത് ആ കോഴ്സിൻ്റെ പ്രീഫിക്സ് നമ്മുടെ നെയിമിനൊപ്പം യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതൊരു പ്രത്യേകതയാണ്. ഇനി നമ്മളിലേക്ക് ഇതിൻ്റെ കോഴ്സുകളുടെ മറ്റ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോവാം. ഒന്നാമത്തെ സർട്ടിഫൈഡ് ഫിനാൻസ് മാനേജർ. സോ ഈ ഒരു കോഴ്സ് നമുക്ക് 2 മാസത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കോഴ്സാണ്. ഇതിൻ്റെ അക്രഡിറ്റേഷൻ, ഈ കോഴ്സ് കൊടുക്കുന്നത് GIQM USA എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ ബോഡിയാണ്. ഇതിൻ്റെ അക്രഡിറ്റേഷൻ ASIC അക്രഡിറ്റഡ് ആണ്, BQF അക്രഡിറ്റഡ് ആണ്. സോ ഈ 2 അക്രഡിറ്റേഷൻസ് ആണ് ആ കോഴ്സിന് വരുന്നത്. ഈ കോഴ്സ് കൂടുതലും ചെയ്യുന്നത് ഫിനാൻസ് മാനേജേഴ്സ്, CFOs, ഫിനാൻസ് ഡയറക്ടേഴ്സ്, ഫ്രഷേഴ്സും ഉൾപ്പെടെ ഈ കോഴ്സ് ചെയ്യുന്നുണ്ട്. ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആണ് ഈ കോഴ്സ്. സിമ്പിളായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ലിങ്ക്ഡിൻ പേജ്, GIQMൻ്റെ ലിങ്ക്ഡിൻ പേജ് ഒന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നവരുടെ ഒരു പ്രൊഫൈൽ കാണാൻ പറ്റും. അവരുടെ ഡെസിഗ്നേഷൻസ്, അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ രണ്ടാമത്തെ കോഴ്സാണ് സർട്ടിഫൈഡ് ഫിനാൻസ് സ്പെഷ്യലിസ്റ്റ്. സോ ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത, ഇതും പ്രീഫിക്സ് നമുക്ക് നമ്മുടെ നെയിമിനൊപ്പം യൂസ് ചെയ്യാൻ പറ്റും. ഈ കോഴ്സ് നമുക്കൊരു 2 മാസത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത് CFM കോഴ്സ്, അതൊരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ബേസ്ഡ് ആണ്. രണ്ടാമത്തെ കോഴ്സായിട്ടുള്ള CFS, അതൊരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ബേസ്ഡ് ആണ് ആ കോഴ്സ്. സോ അതിൻ്റെ അക്രഡിറ്റേഷൻസിലേക്ക് പോവുകയാണെങ്കിൽ അത് SEQF ലെവൽ 8 ആണ്, EQF ലെവൽ 5 ആണ്. വിച്ച് മീൻസ് ഇതിൻ്റെ ഒരു അക്രഡിറ്റേഷൻ ലെവൽ എന്ന് പറയുന്നത് യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ആണ്. ഇത് അസോസിയേറ്റ് ഡിഗ്രി ലെവൽ സർട്ടിഫിക്കേഷൻസ് ആണ്. സോ ഈ 2 കോഴ്സുകളുടെയും പ്രത്യേകതകൾ ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞങ്ങളുമായിട്ടുള്ള ഒരു പ്രത്യേകത, ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രത്യേകത ഉണ്ടെന്ന്. സോ ഈ 2 കോഴ്സുകളും ഇന്ത്യയിൽ ഞങ്ങൾ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ത്യയിലെ വേറെ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടും ഈ 2 കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നില്ല കറൻ്റ്ലി. സോ അതാണ് ഞങ്ങളുടെ പ്രത്യേകത. ഇനി ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്യാം. കോൺടാക്ട് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ ബ്രോഷേഴ്സും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം, ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, ChatGPTയിൽ ചെക്ക് ചെയ്യാം, ലിങ്ക്ഡിൻ പേജ് വിസിറ്റ് ചെയ്യാം. ഇപ്പം ഒരുപാട് സോഴ്സസ് ഉണ്ട്. ആ സോഴ്സസ് ത്രൂ നിങ്ങൾക്ക് ഞങ്ങളായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. എൻറോൾ ഏജൻറ്റിൻ്റെ ഒരു പ്രത്യേകത, അത് ആ ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റിലുപരി അതൊരു ലൈസൻസ് ആണ്. ഓക്കെ, അപ്പം ഞങ്ങൾ കൊടുക്കുന്ന കോഴ്സുകളും വളരെ ഡിഫറെൻ്റ് ആണ്. അതിപ്പം CFS ആയിക്കോട്ടെ, CFM അല്ലെങ്കിൽ എൻറോൾ ഏജൻറ്റ്, ഈ ഒരു 3 കോഴ്സും വളരെ സ്പെസിഫൈഡ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന കോഴ്സുകളാണ്. അതായത് ഇപ്പോൾ എൻറോൾ ഏജൻറ്റ് ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് CFM. ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കോഴ്സാണ്, അത് ഷോർട്ട് ടൈം കോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് CFS കോഴ്സ്. ഇനിയിപ്പോൾ നിങ്ങൾ ടാക്സ് ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ്
എൻറോൾ ഏജന്റ്. എൻറോൾ ഏജന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, എൻറോൾ ഏജന്റ് ഒരു ലൈസൻസ് ആണ്, ടോപ്പ് ഓഫ് സർട്ടിഫിക്കറ്റ്. അപ്പം അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമുക്കിപ്പോൾ ChatGPT ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ കോഴ്സുകളെ കുറിച്ചിട്ട്. ഇപ്പോൾ AI ഒരു കാലഘട്ടമാണ്. ഈ AI കാലഘട്ടത്തിൽ റീപ്ലേസബിൾ ആവുന്ന ഒരു കോഴ്സ് ഏതാണെന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സജഷൻസ് കൊടുക്കാം. EA, CA അല്ലെങ്കിൽ മറ്റ് കോഴ്സുകളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. അപ്പം ChatGPT പ്രൊവൈഡ് ചെയ്യും ഈ ആണ് നോട്ട് റീപ്ലേസബിൾ എന്ന് പറയും. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇതൊരു സൈനിങ് അതോറിറ്റിയാണ്. ഓക്കെ, ഇനി എന്തുകൊണ്ട് ഈ കോഴ്സിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ്? ഇപ്പോൾ കറൻറ്റ്ലി ഒരുപാട് സ്റ്റുഡൻസ് ഈ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് കറൻറ്റ്ലി ഒരുപാട് ജോബ് വേക്കൻസീസ് ഓപ്പണിംഗ് ആണ്. ഫ്യൂച്ചറിലും ഏറ്റവും ഗ്രോത്ത് വരാൻ പോകുന്ന ഒരു ഫീൽഡായിരിക്കും ടാക്സ് എന്ന് പറയുന്നത്. അപ്പം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി നമ്മൾ നോക്കൂ, ഈ US കമ്പനികൾ ഒരുപാട് മോസ്റ്റ് ഓഫ് ദ US കമ്പനികളും അവരവരുടെ ടാക്സ് റിലേറ്റഡ് കാര്യങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ കമ്പനികൾ പോലുള്ള ഇന്ത്യയിലെ കമ്പനികളിലേക്കാണ്. അത് ഇന്ത്യയിൽ വന്നിരിക്കുന്ന MNCs ആയിക്കോട്ടെ, കൂടാതെ ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളിലേക്കും അവരവരുടെ വർക്ക് ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുന്നുണ്ട്. അതിന് റീസൺ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി അതൊരു ചീപ്പ് ലേബറിനെ കിട്ടും എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ. ആ ഒരു കാര്യത്തിൻ്റെ പുറത്താണ് കൂടുതലും ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ഇങ്ങോട്ടേക്ക് കമ്പനികൾ വരുന്നു, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. സോ ഒരുപാട് ജോബ് വേക്കൻസീസ് ആണ് കറൻറ്റ്ലി വന്നുകൊണ്ടിരിക്കുന്നത്. ഫ്യൂച്ചറിലും ഏറ്റവും അധികം ജോബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡായിരിക്കും ടാക്സ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് ഈ കോഴ്സിൻ്റെ പ്രത്യേകതയും. നമ്മൾ ഏതൊരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോഴും ആ കോഴ്സ് എന്തുകൊണ്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ, അത് ഓൾവേസ് നിങ്ങളുടെ വിഷനെ അനുസരിച്ചായിരിക്കണം. ഞാനിപ്പോൾ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടൻ്റ് ആവണോ, അതോ ഞാനൊരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആവണോ, ഞാൻ ഫിനാൻഷ്യൽ മോഡലിംഗ് ആണോ ഫോക്കസ് ചെയ്യേണ്ടത്, അതോ ഫിനാൻഷ്യൽ പ്ലാനിങ് അനാലിസിസ് ആണോ നോക്കുന്നത്, അതോ മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻസ് ആണോ സ്പെസിഫൈ ചെയ്യേണ്ടത്, അല്ലെ സ്പെഷ്യലൈസ്ഡ് ആവേണ്ടത്, അല്ലെങ്കിൽ ടാക്സ് ആണോ നോക്കേണ്ടത്? അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിലായിരിക്കണം നമ്മളൊരു കോഴ്സ് ഫൈനലൈസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്വൈസ് വേണം കോഴ്സുകളെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കോഴ്സുകളെ കുറിച്ച് അറിയണം, നമ്മുടെ ഓഫീസ് വിസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ നോക്കാം, അല്ലെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.